ഇങ്ങനൊരു പത്രസമ്മേളനം AVF-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും വിളിച്ചു ചേർത്തത് നമുക്കറിയാം. വലിയ വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AVF-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ എറണാകുളത്ത് ചേർന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത തീരുമാനങ്ങളും AVF-ന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും എല്ലാം പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, ഇടതുപക്ഷത്തെ കൂടി MLA ആയിട്ടുള്ള PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമായ ഗുരുതരമായ ആരോപണങ്ങളാണ്. പോലീസ് സേനയിലെ തലപ്പത്തുള്ള ADGP അടക്കമുള്ള SP അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു ജനകീയമായ പോലീസ് നയമുണ്ട്. ആ പോലീസ് നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആ പോലീസ് നയത്തിനുമെല്ലാം കളങ്കമേൽപ്പിക്കുന്ന വാർത്തകളും അതുപോലെ തന്നെ നിലപാടുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളാണ്. അപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളും വാർത്തകളുമെല്ലാം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അനധികൃതമായ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പോലീസ് സേനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലൈംഗിക പീഡനമടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് SP അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാട് ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി ആരോപണങ്ങൾ വരികയാണ്. അത് വലിയ തോതിൽ ഇന്ന് മാധ്യമങ്ങളും പൊതുജനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ വാർത്തകളും അപവാദങ്ങളും എല്ലാം ഉണ്ടാകുകയാണ് നമ്മുടെ കേരളത്തിൽ. അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ AIVF ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, നമുക്കറിയാം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ വിവാദമുണ്ടായ ഒരു സാഹചര്യമാണ്. അങ്ങനെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നു എന്നുള്ള ചർച്ചകളും ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കാരണം തൃശൂർ പൂരം നമുക്കറിയാം വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നു. എന്നാൽ അന്ന് ADGP ആയിരുന്ന അജിത് കുമാറിന്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ആ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ അലങ്കോലപ്പെടുത്തലുകളും അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ RSSന്റെയും BJPയുടെയും നേതൃത്വം അവിടെ എത്തുകയും ആ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിവാദങ്ങളെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹം ഉണ്ടായി. VS സുനിൽകുമാർ CPIയുടെ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അവിടെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ RSSന്റെ നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച ഇന്നിപ്പോൾ വലിയ ചർച്ചയാണ്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്രമസമാധാന ചുമതലയുള്ള ഗവൺമെന്റിന്റെ ADGP തന്നെ RSSന്റെ നേതൃത്വവുമായി ഒരു ചർച്ച നടത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്രയും ഗൗരവമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ് AIVFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. ADGPയെ മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായ അന്വേഷണം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം SP അടക്കം നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉള്ളതായി പരാതികൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP തൽസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു അന്വേഷണത്തെ നേരിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ജനങ്ങൾ സ്വാഭാവികമായും സംശയിക്കപ്പെടും എന്നുള്ളതും ഇടതുപക്ഷത്തിന് അതൊരു പക്ഷേ ഒരു വലിയ കളങ്കമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് AIVFന്റെ അഭിപ്രായം. അതിനോടൊപ്പം ഞങ്ങൾ പറയുന്നത് ADGPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ, ഇത്രയും ഗൗരവമായ ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേര് ചേർക്കപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയരാകുന്നു, ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകളിൽ പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അനധികൃതമായ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു, RSSന്റെ നേതൃത്വവുമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സമയത്ത് പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായ ഒരു ആരോപണം ഉയർന്നു വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ DGP അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ആ അന്വേഷണത്തെ ജനങ്ങൾ സംശയത്തിന്റെ നിഴലിൽ കാണും. അതുകൊണ്ട് AIVF പറയുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം എന്നുള്ളതാണ്. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുവാനും LDFന്റെ ജനകീയ പോലീസ് നയം കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചതാണ്. ആ പോലീസ് നയത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും പറയുവാനുള്ളത്.
മാത്രമല്ല ഞങ്ങൾ ഏറ്റവും ഗൗരവമായി കാണുന്നത് RSS എന്ന് പറയുന്ന സംഘടനയുമായി നടത്തിയ കൂടിക്കാഴ്ച. RSSഉം SDPIയും എല്ലാം നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ സ്വൈര്യവികാരം തകർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സംഘടനകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ RSSനെ എല്ലാം സാമാന്യവൽക്കരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സുചിന്തിതമായ നിലപാടാണ് AIVF-നുള്ളത്. എന്നാൽ ഇന്നലെ നമ്മുടെ സ്പീക്കർ RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീർ RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. RSSുമായി അങ്ങനെ ഒരു ചർച്ച ADGP നടത്തിയതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമുണ്ടായി. ആ സ്പീക്കറുടെ പ്രസ്താവന അനുചിതമാണ് എന്നുള്ള അഭിപ്രായമാണ് AIVF-നുള്ളത്. അങ്ങനെ ഒരു ADGP ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ നേതൃത്വവുമായി ചർച്ച നടത്തുകയും അതിനകത്ത് ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരിക്കലും സ്പീക്കർ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. അനുചിതമായ പ്രസ്താവനയാണ്. RSSനെ കുറിച്ച് നമുക്കറിയാം, ഗാന്ധിവധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ്. RSSഉം SDPIയുടെയും എല്ലാം പരിപാടികൾ പോലും ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അവരുമായി വേദി പങ്കിടുകയോ അവരുമായി പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യാറില്ല. അപ്പം അത്തരം സംഘടനകളെയെല്ലാം പ്രധാനപ്പെട്ട സംഘടനകൾ എന്ന് പറഞ്ഞുകൊണ്ട് സാമാന്യവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കുവാൻ പാടില്ല. അതുകൊണ്ട് അനുചിതമായ പ്രസ്താവന പിൻവലിക്കണം എന്നുള്ള അഭിപ്രായമാണ് AIVF-ന് പ്രധാനമായും പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒന്ന്, കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ, UDF-ന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSSന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. ഞങ്ങൾക്ക് പറയാനുള്ള RSS ബന്ധത്തെക്കുറിച്ച് KPCC പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ പറയാൻ യാതൊരു യോഗ്യതയുമില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ RSS ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം നിരവധി തവണ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ AIVF-ന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വസതിയിലേക്കൊരു മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അങ്ങനെ ഒരു മാർച്ച് ഞങ്ങൾ നടത്തിയത് പ്രതിപക്ഷ നേതാവ് RSSന്റെ വേദിയിൽ പരസ്യമായി പോയി RSSന്റെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് RSSന്റെ പരിപാടികളിൽ വേദി പങ്കിടുന്ന, RSSുമായി പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. അതുപോലെ തന്നെ KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് RSSന്റെ ശാഖയ്ക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോട് പറഞ്ഞ ആളാണ് KPCCയുടെ പ്രസിഡന്റ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം, ഇടതുപക്ഷത്തിനെതിരെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രസ്താവനകളുമായി രംഗത്തിറങ്ങാൻ പാടില്ല. മറിച്ച് ആ നിലപാടിൽ ആത്മാർത്ഥത വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.